നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. മാവേലി നാടുവാണ പഴയ കാലത്തിന്റെ ഗ്രഹാതുര സ്മരണയിലാണ് ഓരോ മലയാളിയും ഓണം ആഘോഷിക്കുന്നത്. ഓർമ്മകൾക്കപ്പുറം പ്രതീക്ഷയും വിശ്വാസവുമാണ് ഓരോ മലയാളിക്കും ഓണം. താഴ്ത്തലുകളും അതിനപ്പുറം വീണ്ടെടുക്കലുകളും ഓണത്തിന്റെ തിരിച്ചറിവുകളാണ്. അരൂപവൽക്കരണത്തിന്റെ കാലത്ത് ചേർത്ത് നിർത്തലിന്റെ സന്ദേശമാണ് ഈ ഓണത്തിന്റെ പുനർവായനയാകേണ്ടത്. എല്ലാ പ്രേക്ഷകർക്കും വരും കാലത്തിന്റെ നന്മകളുടെ തുടക്കമാകട്ടെ ഈ ഓണക്കാലം എന്ന ആശംസയോടെ ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുന്നു. പൂക്കളമൊരുക്കിയും ഓണസദ്യയുണ്ടുമാണ് ഓണാഘോഷം. പോയ കാലത്തിന്റെ മധുര സ്മരണകളെ അയവിറക്കുകയാണ് ഓരോ മലയാളിയും. ഓണമായിട്ടും ശുചീകരണം നടത്തിയില്ല. കാട് മൂടിക്കിടന്ന ജംഗ്ഷൻ ശുചീകരിച്ച് CPM പ്രവർത്തകർ. എഴുകോണിലായിരുന്നു ശുചീകരണം. ചങ്ങാതിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം. ചവറ BRCയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം. ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തുന്ന കുട്ടികളുടെ വീടുകളിലാണ് ഓണാഘോഷം. കരടികളി രംഗത്ത് 50 വർഷം പിന്നിട്ട് രാഘവൻ കളങ്ങരയ്ക്ക് ആദരം. കോവൂർ കുഞ്ഞുമോൻ MLA വീട്ടിലെത്തി ആദരിച്ചു. വിവിധ സാമൂഹ്യ വിഷയങ്ങൾ സ്വന്തമായി ചിട്ടപ്പെടുത്തലിലൂടെ ശ്രദ്ധേയനാണ് രാഘവൻ കളങ്ങര. വിശദമായ വാർത്തകളിലേക്ക്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുന്നു. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഓണത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി മലയാളികൾ. പൂക്കളങ്ങളും സദ്യയും ഒരുക്കി ഒരു നല്ല കാലത്തിന്റെ മധുര സ്മരണകളെ അയവിറക്കുകയാണ് ഈ ഓണനാളുകൾ. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുകയാണ്. ഉത്രാടനാളിലെ ഒരുക്കങ്ങൾ പൂർണ്ണതയിലേക്കെത്തുന്ന ദിവസം കൂടിയാണ് തിരുവോണം. ആഘോഷങ്ങൾ അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തുന്നു എന്നതുകൂടി തിരുവോണത്തിൻ്റെ പ്രത്യേകതയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി ഓണത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു ഓരോ മലയാളിയും. പ്രധാന നഗരങ്ങളിൽ ഉൾപ്പെടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പൊതുവെ വില കൂടുതലെങ്കിൽ തന്നെ നല്ല ഒരുപാട് കച്ചവടം നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വില ഏറ്റവും കൂടുതൽ വില ഇപ്പം മറ്റ് സാധനങ്ങൾക്കാണ്. പിന്നെ പടവലം, വെള്ളരി, തടിയൽ, പടവലം ഇതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ വില കൂടുതൽ. ബാക്കിയുള്ള സാധനങ്ങൾക്ക് കച്ചവടം ഇതിനൊന്നും വില കുറവാണ്. ചവറയിലെ വിവിധ പ്രദേശങ്ങൾ ഉൾപ്പെടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും ഓണസദ്യയുണ്ടും ഓരോ മലയാളികളും ഓണം ആഘോഷിക്കുകയാണ്. ഉത്രാടസന്ധ്യയിൽ പൂക്കളമൊരുക്കിയും ദീപം തെളിയിച്ചും ഓണത്തിൻ്റെ ആഘോഷങ്ങളെ മലയാളി വരവേറ്റിരുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. കൊല്ലം ജില്ലാ ഓട്ടോറിക്ഷ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. ചവറ ശങ്കരമംഗലം സ്റ്റാൻഡിലെ തൊഴിലാളികൾക്കാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. കൊല്ലം ജില്ലാ ഓട്ടോറിക്ഷ വർക്കേഴ്സ് യൂണിയൻ CITU ചവറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ശങ്കരമംഗലം യൂണിറ്റിൽ ശങ്കരമംഗലം സ്റ്റാൻഡിലെ തൊഴിലാളികൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത്. സ്റ്റാൻഡിലെ തൊഴിലാളികളുടെ കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റുകൾ നൽകിയത്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും ഭക്ഷണ കിറ്റ് ലഭിക്കുവാൻ ഓണസദ്യ ഒരുങ്ങാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ സർക്കാർ നടപ്പാക്കി വരികയാണ്. നമുക്കറിയാം, കൃഷിഭവന്റെ നേതൃത്വത്തിൽ, അതുപോലെ സഹകരണ വകുപ്പ്, സപ്ലൈകോ, ഇതെല്ലാം തന്നെ വില പിടിച്ചു നിർത്തുവാൻ വേണ്ടിയിട്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിലൊക്കെ ഓണച്ചന്തകൾ നടത്തുകയാണ്. വലിയ രീതിയിലുള്ള ഓണച്ചന്തകൾ. ഇതിലാകപ്പാടെ വില കൂടി നിൽക്കുന്നത് വെളിച്ചെണ്ണയുടെയാണ്. അവിടെ തന്നെ നമ്മൾ സപ്ലൈകോ വഴി സബ്സിഡി തിരക്കില്ല. മാർക്കറ്റ് വില 550 ആകുമ്പോൾ നമ്മൾ 350 കൊടുത്തുകൊണ്ട് മാർക്കറ്റ് പിടിച്ചു നിർത്തുകയാണ്. ഈ കാലയളവിൽ പച്ചക്കറികളുടെയൊക്കെ വില കൂടാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ സർക്കാർ നല്ല ഇടപെടൽ നടത്തിയതിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള വിലക്കയറ്റം ഉണ്ടായില്ല. എങ്കിലും അതുപോലെ നമ്മുടെ നാട്ടിൽ കുറേ വ്യക്തിത്വങ്ങൾ, അപ്പം ഞാൻ തൊട്ട് മുമ്പ് നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ചവറയിൽ ചുടലോക്കിൽ അവിടെ പാലിയേറ്റീവ് രോഗികൾക്ക് സൗജന്യ കിറ്റ് വിതരണം നൽകുന്ന ഒരു പരിപാടി കഴിഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. തുളസീധരൻ അധ്യക്ഷത വഹിച്ചു. ഓട്ടോ യൂണിയൻ CITU ചവറ ഏരിയ സെക്രട്ടറി സജു അറക്കൽ, CPM ചവറ ഏരിയ സെക്രട്ടറി R രവീന്ദ്രൻ, MV പ്രസാദ്, സുദർശൻ എന്നിവർ പങ്കെടുത്തു. ഈ അവസരങ്ങളിൽ നമുക്ക് സന്തോഷിക്കണമെങ്കിൽ നമ്മളല്ലാത്ത സമയത്ത് ചെറിയൊരു കരുതൽ, ജീവിതത്തിൽ ഒരു കരുതൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരം അവസരങ്ങളെല്ലാം പ്രയോജനം. ഇല്ലെങ്കിൽ കൂടുതൽ ദുഃഖത്തിലേക്ക്, ചില സന്ദർഭങ്ങൾ മറ്റുള്ളവർ സന്തോഷത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കൂടുതൽ ദുഃഖത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങളുണ്ടാകും. എൻ്റെയൊക്കെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മയുണ്ട്. ഇല്ലായ്മയുടെ നല്ല കാലങ്ങൾ, ഇത്തരം സന്തോഷം വരുന്ന സമയങ്ങൾ വീട്ടിലെ അമ്മയൊക്കെ
പിന്നാമ്പുറത്തുള്ള ദുഃഖത്തിലിരിക്കുന്നതാണ്. കാരണം മറ്റുള്ളവരെ പോലെ സന്തോഷിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ സമയത്ത് കയ്യിലൊന്നും ഇരുന്നില്ലെങ്കിൽ ഇങ്ങനെ പറ്റും എന്നുള്ള ആശങ്കയൊക്കെ ആണ് ഞാനിത് ഇവിടെ പറഞ്ഞത്. ഇവിടെ തൊഴിലാളികളാണല്ലോ, തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്ക് അത്യാവശ്യം മോശമില്ലാതെ കഷ്ടപ്പെട്ടാൽ വരുമാനമുള്ള തൊഴിലാണ് നമ്മൾ ചെയ്യുന്നത്. ആ കഷ്ടപ്പാടിനിടെ ഞാൻ കഴിഞ്ഞ സൂചിപ്പിച്ചത്, കഷ്ടപ്പാടിനിടയിൽ നമ്മുടെ വരുമാനം മുഴുവനും ചെലവഴിച്ച് കളയാതെ സമ്പാദ്യശീലം കൂടെ വളർത്തും. ന്യൂസ് ബ്യൂറോ, ചവറ. ഓണമായിട്ടും ശുചീകരണം നടത്തിയില്ല. കാട് മൂടിക്കിടന്ന എഴുകോൺ ജംഗ്ഷൻ ശുചീകരിച്ച് CPM. ഓണക്കാലത്തും ശുചീകരണം നടത്താത്ത ഗ്രാമപഞ്ചായത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് CPM പ്രവർത്തകർ ശുചീകരണം നടത്തിയത്. മലയാളത്തിൻ്റെ ദേശീയ ഉത്സവമായ ഓണനാളിലും ജംഗ്ഷൻ ശുചീകരിക്കാൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറാകാത്തതിനെ തുടർന്നാണ് CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ എഴുകോൺ ജംഗ്ഷൻ ശുചീകരിച്ചത്. ജംഗ്ഷൻ കാടുമൂടി മാലിന്യം നിറഞ്ഞു കിടക്കുകയായിരുന്നു. എന്നിട്ടും ശുചീകരണം നടത്തിയില്ല എന്നതാണ് പ്രതിഷേധത്തിന് കാരണമായത്. MP മനേക്ഷ, K ഓമനക്കുട്ടൻ, R വിജയപ്രകാശ്, MP മഞ്ജുലാൽ, R സജികുമാർ, G മോഹനൻ, S സജീവ്, SG സരിക, BB ബിൻരാജ്, അഖിൽ അശോക, നന്ദു ഉണ്ണി, MA അലിൻഷാ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു എഴുകോൺ ജംഗ്ഷനിലെ ശുചീകരണം. ഓണക്കാലമായിട്ടും പ്രദേശം ശുചീകരിക്കാത്ത ഗ്രാമപഞ്ചായത്തിനോടുള്ള പ്രതിഷേധം കൂടിയായി ഇത് മാറി. ന്യൂസ് ബ്യൂറോ, എഴുകോൺ. പേരയം കൃഷിഭവനിൽ ഓണച്ചന്ത നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് പടപ്പക്കര ഉദ്ഘാടനം ചെയ്തു. പേരയം കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടത്തിയ ഓണച്ചന്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ അധ്യക്ഷത വഹിച്ചു. P സ്റ്റാഫോർഡ്, N ഷേർലി, വിനോദ് പാപ്പച്ചൻ, സിൽവിയ സെബാസ്റ്റ്യൻ, Y ചെറുപുഷ്പം, B സുരേഷ്, റേച്ചൽ തോമസ്, TG ഉണ്ണികൃഷ്ണൻ, C ഷാജി, T മേരിദാസൻ, തോമസ് കോശി, പ്രസാദ്, കുഞ്ഞുകൃഷ്ണപിള്ള, ആനി ബെഞ്ചമിൻ, രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ചങ്ങാതിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ചവറ BRCയുടെ നേതൃത്വത്തിൽ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വീടുകളിലെ ഓണാഘോഷ പരിപാടികൾക്കാണ് തുടക്കമായത്. ചവറ BRCയുടെയും ചങ്ങാതിക്കൂട്ടത്തിന്റെയും നേതൃത്വത്തിലാണ് ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നേടുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ വീടുകളിൽ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. ഒരു പാട്ടും പാടിപ്പോരാമോ, ആരാരും കാണാത്തൊരു നാട്ടിൽ പോകാം, ആരാരും കേൾക്കാത്ത പാട്ടും പാടാം. ഉപജില്ലാതല ആഘോഷ പരിപാടികൾ പന്മനമനയിൽ SBB SG ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയും മൈനാഗപ്പള്ളി സ്വദേശിയുമായ ആദിത്യൻ സതീഷിന്റെ വീട്ടിൽ സംഘടിപ്പിച്ചു. കോവൂർ കുഞ്ഞുമൻ MLA ഉദ്ഘാടനം ചെയ്തു. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ അധ്യക്ഷത വഹിച്ചു. നമുക്കറിയാം, ആ ഒരു സങ്കല്പമെല്ലാം തന്നെ ഒരു നല്ല ഭരണാധികാരി എങ്ങനെയാകണമെന്ന് മഹാബലിയെ കണ്ടുപിടിക്കണം. നമ്മുടെ സമൂഹത്തിലെ പ്രജകൾ അല്ലെങ്കിൽ ജനങ്ങൾ അവർക്ക് എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ അവരുടെ ക്ഷേമവും ഐശ്വര്യവും മാത്രം മുൻകൈ എടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അൻസർ ഷാഫി ഓണക്കോടി കൈമാറി. SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ അപർണ മോഹൻ പദ്ധതി വിശദീകരിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അനിത TK ഓണ സന്ദേശം നൽകി. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മനാഫ്, ജലജ രാജേന്ദ്രൻ, സബീന S, സബിത S, മേരി ഉഷ, ഖദീജ C, S ദീപ, ഷൈൻകുമാർ, അശ്വതി S, ശ്രീകല S, രമ്യ മേരി, കിഷോർ K കൊച്ചയ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. സമഗ്ര ശിക്ഷ കേരള അതിന്റെ BRCകളും URCകളും വഴി നൽകി വരുന്നത്. നമ്മുടെ സമൂഹത്തിൽ കേരളത്തെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാനുള്ള ന്യൂസ് ബ്യൂറോ, ചവറ. ഓണക്കളികളുടെ പുനരാവിഷ്കാരവുമായി ഒരുമ പൊന്നോണം പരിപാടി സംഘടിപ്പിച്ചു. കായംകുളം കൃഷ്ണപുരം ഒരുമ സാംസ്കാരിക വേദിയാണ് വിവിധ കലാപരിപാടികളോടെ ഓണം ആഘോഷിച്ചത്. അന്യം നിന്നു പോകുന്ന പഴയകാല ഓണപ്പാട്ടുകളും ഓണക്കളികളും ആവിഷ്കരിക്കുകയായിരുന്നു ഒരുമയുടെ നേതൃത്വത്തിൽ. കായംകുളം കൃഷ്ണപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരുമയുടെ നേതൃത്വത്തിലാണ് പൊന്നോണ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഒരുമ പൊന്നോണം 2025 തിരശ്ശീല ഉയർന്നു കഴിഞ്ഞു. ഇന്ന് ഉത്രാട ദിനത്തിൽ അത്തപ്പൂക്കളവും ഓണപ്പാട്ടുകളും ഓണസദ്യയും അതിനോട് ശേഷം വിവിധ കലാകായിക മത്സരങ്ങളും ഉൾപ്പെടുത്തി വിപുലമായ രീതിയിൽ പരിപാടി നടത്തുന്നു. അതിന് മുന്നോടിയായി മുതിർന്ന അമ്മമാരെയും അച്ഛന്മാരെയും അതോടൊപ്പം തന്നെ ഈ കൂട്ടായ്മയിലെ വിമുക്ത ഭടന്മാരെയും ആദരിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയുടെ ശുഭാരംഭം കുറിക്കുകയാണ്. ഓണാഘോഷങ്ങളുടെ ഭാഗമായി പൂക്കളം ഒരുക്കി.
മുതിർന്ന അമ്മമാർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഓണപ്പാട്ട്, കലാകായിക പരിപാടികൾ, നൃത്തം എന്നിവയും ഇതിന്റെ ഭാഗമായി നടന്നു. കൂട്ടായ്മയിലെ മുതിർന്നവരെയും വിമുക്ത ഭടന്മാരെയും പരിപാടിയിൽ ആദരിച്ചു. കായംകുളം 29-ാം വാർഡിലെ കുറച്ച് കുടുംബങ്ങൾ ചേർന്ന് സംഘടിപ്പിച്ച ഒരു ചെറിയ സംരംഭമാണ്. അപ്പോൾ ഇതിൽ ഒരുമ പൊന്നോണം എന്ന പേര് കൊടുത്ത് ഞങ്ങൾ ചെറുതായിട്ട് തുടങ്ങിയതാണ്. ഇവിടുത്തെ എല്ലാ കുടുംബങ്ങളെയും ഒത്തൊരുമിച്ച് നിർത്തി എല്ലാവരെയും കൊണ്ടും ഒരു ഉറങ്ങിക്കിടന്നിരുന്ന ഒരു പ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം. വർഷങ്ങളായിട്ട് നമുക്കൊരു പ്രോഗ്രാം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ അങ്ങനൊരു കാര്യം ആലോചിച്ചു. വളരെ വേഗത്തിൽ തന്നെ ഏതാണ്ട് ഒരു 2 ആഴ്ച കാലം കൊണ്ടാണ് ഇങ്ങനൊരു കൂട്ടായ്മ ഉണ്ടാക്കുകയും ഇത്രയും അധികം ആൾക്കാരെ സംഘടിപ്പിക്കാനും നമുക്ക് കഴിഞ്ഞത്. ഭംഗിയായിട്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങളോടുകൂടി ഇത്രയധികം ഗംഭീരമായിട്ട് വിജയിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് ഇതിനെ മാറ്റാൻ കഴിഞ്ഞതിൽ. ന്യൂസ് ബ്യൂറോ, കായംകുളം. കരടികളി രംഗത്ത് 50 വർഷം പിന്നിടുകയാണ് കരടികളി കലാകാരനായ രാഘവൻ കളങ്ങര. വിവിധ സാമൂഹ്യ വിഷയങ്ങൾ സ്വന്തമായി എഴുതി ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ഇദ്ദേഹം. അയ്യങ്കാളിയുടെ സമര പോരാട്ടങ്ങളും കരടിപ്പാട്ടായി രചിച്ചു. രാഘവൻ കളങ്ങരയെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കോവൂർ കുഞ്ഞുമോൻ MLA ആദരിച്ചു. പോലും കപ്പലിൽ സൂക്ഷിച്ച ചരക്കു കണ്ടെയ്നറുകൾ വെള്ളത്തിലേക്ക് മറിഞ്ഞുപോയി. കരടികളി കലാകാരൻ രാഘവൻ കളങ്ങരയെ ആദരിച്ചു. കരടികളി രംഗത്ത് 50 വർഷം പിന്നിട്ട പകരക്കാരനില്ലാത്ത കരടികളിക്കാരൻ. പുരാണ കഥകളും ആനുകാലിക സംഭവങ്ങളും, പ്രളയം, കൊറോണ, കപ്പലപകടം, വിമാന ദുരന്തം, മലനട വെടിക്കെട്ട് ദുരന്തം തുടങ്ങി ഒട്ടേറെ വിഷയങ്ങൾ കരടിപ്പാട്ട് രൂപത്തിൽ എഴുതി ചിട്ടപ്പെടുത്തി സ്വന്തമായി പാടുന്ന കലാകാരനാണ് കളങ്ങര രാഘവൻ. പല എഴുത്തുകാരും പല പ്രമുഖരെ പറ്റിയും എഴുതിയിട്ടുണ്ട്. എങ്കിൽ തന്നെയും കേരളത്തിൻ്റെ തനി പച്ചയായ നാടൻകല കരടിപ്പാട്ട് രീതിയിൽ കൂടുതൽ ആളുകളൊന്നും എഴുതിയിട്ടില്ല. എങ്കിലും നവോത്ഥാന നായകൻ അയ്യങ്കാളിയുടെ ജീവചരിത്രത്തിൻ്റെ ആദ്യ ഭാഗം മാത്രം കോർത്തിണക്കി കരടിപ്പാട്ട് രീതിയിൽ രചിച്ച് കുന്നത്തൂർ MLA അതറിയുകയും എന്നെ ആദരവിന് വേണ്ടി എൻ്റെ വീട്ടിൽ വന്ന് പൊന്നാടയാർച്ചി ചെയ്ത് ആ പാട്ട് ഒന്ന് കേൾക്കുന്നതിന് വേണ്ടി എൻ്റെ വീട്ടിൽ സന്ദർശനം നടത്തിയിരിക്കുകയാണ്. ആ പാട്ട് പാടി കേട്ടതിന് ശേഷമേ അദ്ദേഹം ഈ വീട്ടിൽ പോയിട്ട് പോകുള്ളൂ. ഐത്തജാതിക്കാരു പെണ്ണുങ്ങളെ മൊത്തം ഒന്നിച്ചൊരു കൂട കീഴിലാക്കി വെള്ളത്താളും അരിയാളുമായിട്ട് കാമ്പിൽ കയറി തിരിച്ചടിച്ചു. ചരിത്രപുരുഷൻ മഹാത്മാ അയ്യങ്കാളിയുടെ സമര പോരാട്ടങ്ങൾ ഇപ്പോൾ കരടിപ്പാട്ട് രൂപത്തിൽ എഴുതി ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് മഹാത്മാ അയ്യങ്കാളിയുടെ ചരിത്രങ്ങൾ കരടിപ്പാട്ട് രൂപത്തിൽ എഴുതുന്നതും കരടിപ്പാട്ടായി അവതരിപ്പിക്കുന്നതും. കരടികളി രംഗത്ത് ഏറ്റവും പ്രസിദ്ധനായ കലാകാരനാണ് കളങ്ങര രാഘവൻ ചേട്ടൻ. നിരവധി കരടി ഗാനങ്ങൾ അദ്ദേഹം എഴുതുകയും സ്വയം സംഗീതം നൽകി നാടിന് സമർപ്പിച്ചിട്ടുള്ള നല്ല കരടിപ്പാട്ടുകൾ നമ്മൾക്കെല്ലാം വളരെ നന്നായി ഇഷ്ടപ്പെടുകയുണ്ടായി. ഏറ്റവും അവസാനമായി സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രമുഖനായിട്ടുള്ള മഹാത്മാ അയ്യൻകാളിയുടെ ചരിത്രത്തെ സംബന്ധിച്ച്, അദ്ദേഹം ഈ നാട്ടിൽ നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഏകദേശം നല്ല ഒരു കരടിപ്പാട്ടാണ് അദ്ദേഹം ഇപ്പോൾ രചിച്ച് ഇവിടെ പാടിയിട്ടുള്ളത്. വലിയ ഒരു സന്തോഷം തോന്നുന്നു. കാരണം ചരിത്ര പുരുഷന്മാരുടെ ഒരുപാട് കഥകളും അതിനെ സംബന്ധിച്ചുള്ള ഒരുപാട് ലേഖനങ്ങളും ഒരുപാട് പാട്ടുകളും കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ കരടി പാട്ടിനെ സംബന്ധിച്ച് അയ്യങ്കാളിയെക്കുറിച്ച് മാത്രം ഒരു കരടിപ്പാട്ട് കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. കോവൂർ കുഞ്ഞുമോൻ MLA ഇദ്ദേഹത്തെ വീട്ടിലെത്തി ആദരിച്ചു. പ്രദേശത്തെ ഒരുപാട് സാംസ്കാരിക പ്രസ്ഥാനങ്ങളും സംഘടനകളും ക്ലബ്ബുകളും അദ്ദേഹത്തെ വർഷങ്ങളായി ആദരിക്കുന്നുണ്ടെങ്കിലും അർഹമായ ഒരു അംഗീകാരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പന്മന ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ബാലസഭാ സംഗമം സംഘടിപ്പിച്ചു. കുടുംബശ്രീയുടെ ഓണാഘോഷ പരിപാടിയും നടത്തി. പന്മന ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിലാണ് ബാലസഭാ സംഗമം നടത്തിയത്. കുടുംബശ്രീയുടെ ഓണാഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു. മിത്രം നാട്ടുകൂട്ടത്തിന്റെ നേതൃത്വത്തിൽ കരടിപ്പാട്ടും നടത്തി.
കസ്താമുടിക്കായൽ ശാസ്താംകോട്ടക്കായൽ പള്ളിക്കലാർ പരവൂരെത്തിക്കര കല്ലടയാറുകൾ പൊട്ടുപോലുള്ളൊരാ വട്ടക്കായൽ. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടത്തി. കുടുംബശ്രീ CDS അംഗങ്ങളും ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ശ്രീകല ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ബഹുമാന്യയായ ഈ ഓണാഘോഷ പരിപാടിയുടെ അധ്യക്ഷ കുടുംബശ്രീ CDS ചെയർപേഴ്സൺ രമ്യ സുനിത് അവരോട് ഈ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. CDS ചെയർപേഴ്സൺ രമ്യ സുനിത് അധ്യക്ഷത വഹിച്ചു. പുതിയ തലമുറയിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. എന്നാലും നമ്മൾ ഇതിനെ കാട്ടി മനോഹരമായിട്ട് നല്ല ഒരു പുതുമയാർന്ന് പ്രോഗ്രാംസുമായിട്ട് ഇനിയും നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. എന്നാലും നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ എത്തിക്കാൻ സാധിച്ചു തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇങ്ങനെ നമ്മുടെ മിത്ര നാട്ടുകൂട്ടമാണ് ഇന്നത്തെ കരടികളെ നമുക്കിവിടെ കറക്റ്റ് ചെയ്ത് തന്നേക്കുന്നത്. അന്നേരം നമ്മുടെ മിത്ര നാട്ടുകൂട്ടത്തിനും കൂടാതെ ഇവിടെ എത്തി എല്ലാവർക്കും നല്ലൊരു ആശംസ നേർന്നുകൊണ്ട് സുഭദ്ര, റോഷി, സിസിലിയ, പഞ്ചായത്ത് അംഗങ്ങൾ, CDS അംഗങ്ങൾ, RPമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. അരിനെല്ലൂർ കേരള ലൈബ്രറി ഓണാഘോഷം സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടത്തി. അരിനെല്ലൂർ കേരള ലൈബ്രറിയാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. തേവലക്കര ബെഥന്യ ഭവനിലായിരുന്നു പരിപാടികൾ. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിലസ് കല്ലേലി ഭാഗം ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. എല്ലാം പ്രതികരിക്കുന്നതിനേക്കാൾ വളരെ മാന്യമായി നിശബ്ദമായി നമ്മുടെ മുന്നിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് നൽകേണ്ടത് ഏറ്റവും വലിയ ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് അവരുടേതായ തെറ്റുകൊണ്ടല്ല ജീവിതത്തിൽ അവരിങ്ങനെയായിത്തീരുന്നത്. പക്ഷെ നമ്മളെല്ലാം ഇന്ന് ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ കരസ്ഥമാക്കി പല പദവികളിലുമെത്തി ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒന്നുമേ ഇനി തുടർന്നുള്ള ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന് ചിന്തിക്കാൻ കഴിയുമോ? ഇല്ല. നാളെ എൻ്റെ അവസ്ഥ ഇതിൽ നിന്നും പരിതാപകരമായി മാറും. ആ ഒരു പ്രതീക്ഷയോടുകൂടി വേണം ഞാൻ ഇന്ന് ഉറങ്ങാൻ. അനിൽ കോവൂർ, കൊച്ചുവേലു മാസ്റ്റർ, രാജു കോവൂർ, സുഭാഷ്, രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ മിടുക്കോ സാമർഥ്യമോ അല്ല, ദൈവത്തിന്റെ ദാനമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ എവിടെയായിരുന്നാലും നന്മയുടെ, ഐശ്വര്യത്തിന്റെ, അനുഗ്രഹത്തിന്റെ മക്കളായി സുതാര്യതയുള്ള ജീവിതശൈലിയുടെ ഉടമയായി ലക്ഷ്യബോധമുള്ളവരായി തീരുവാൻ നമുക്ക് കഴിയണം. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പതാരം സെന്റ് തോമസ് മാർത്തോമ പള്ളിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണസദ്യയും വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടത്തി. പതാരം സെന്റ് തോമസ് മാർത്തോമ പള്ളിയിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഇടവക വികാരി അജീഷ് എബ്രഹാമിന്റെ നേതൃത്വത്തിലായിരുന്നു ഓണാഘോഷ പരിപാടികൾ. മുഴുവൻ ഇടവകങ്ങളെയും പങ്കെടുപ്പിച്ചായിരുന്നു ഓണാഘോഷം നടത്തിയത്. കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായ ഓണം വളരെ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ ഈ വർഷം ആഘോഷിക്കുവാൻ പതാരം സെൻറ് തോമസ് മാർത്തോമ ഇടവകയ്ക്ക് സാധ്യമായി തീർന്നു. സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഉത്സവം അത് ഈ ദേശത്തിൻ്റെ വലിയ അനുഗ്രഹമായി സന്തോഷമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞതായ ഓണാശംസകൾ പതാരം സെന്റ് തോമസ് മാർത്തോമ ഇടവകയുടെ പേരിൽ അറിയിക്കുന്നു. ഓണസദ്യയും പാട്ടും തിരുവാതിരയും വടംവലിയും എല്ലാം പള്ളിയങ്കണത്തിൽ വേറിട്ട കാഴ്ചയായി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ ഓണസദ്യ ഒരുക്കി. താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമാണ് ഓണസദ്യ ഒരുക്കിയത്. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമാണ് ഓണസദ്യ ഒരുക്കിയത്. ശാസ്താംകോട്ട എലിസ്റ്റർ ആശുപത്രിയുടെ വകയായാണ് ഓണസദ്യ തയ്യാറാക്കിയത്. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷഹന ഉദ്ഘാടനം നിർവഹിച്ചു.
എലിസ്റ്റർ ആശുപത്രി അധികൃതരും താലൂക്ക് ആശുപത്രി ജീവനക്കാരും ഉൾപ്പെടെ പരിപാടിയിൽ പങ്കെടുത്തു. ഹെൽത്ത് കെയറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ഈ ഓണവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയും അതിന് വീൽ ചെയർ, ഓണക്കിറ്റ് അടക്കം വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയും അതിനുശേഷം നമ്മളുടെ താലൂക്ക് ഹോസ്പിറ്റലിലെ രോഗികൾക്കും സ്റ്റാഫുകൾക്കും ഒരു നേരത്തെ ഭക്ഷണം നമ്മളുടെ സ്റ്റാഫുകളിൽ നിന്ന് തന്നെ സ്വരൂപിച്ചിട്ടാണ് നമ്മൾ ഈ ഭക്ഷണ വിതരണം ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇവിടുത്തെ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം തന്നെ നിർവഹിക്കാൻ നമ്മളുടെ സൂപ്രണ്ട് ഷഹാന മേഡം തന്നെ വന്നു. അത് നൽകിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. നടുവിലക്കര സുകൃതം ചാരിറ്റബിൾ സൊസൈറ്റി വാർഷികം സംഘടിപ്പിച്ചു. ഓണക്കിറ്റ്, ഓണക്കൈനീട്ട വിതരണം, ആദരവ് എന്നിവയും നടത്തി. സുകൃതം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 11ാമത് വാർഷികം നടന്നു. ഓണക്കിറ്റ്, ഓണക്കൈനീട്ട വിതരണവും SSLC +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും ചെയ്തു. PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. 2014 മുതൽ വളരെ മാതൃകാപരമായി സമൂഹത്തിന് ഗുണപരമായ രൂപത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഈ സംഘടന 11 വർഷം പിന്നിടുകയാണ്. ഒരു ദശാബ്ദം പിന്നിട്ട് അതിൻ്റെ വാർഷികമാണ് ഇന്ന് ആഘോഷിക്കുന്നത്. ഇതിൻ്റെ കെട്ടിട ഉദ്ഘാടനം, ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിനും എന്നെ ക്ഷണിച്ചതാണ്. പക്ഷേ സ്വാഗത പ്രസംഗിയൻ ശരിയാവണ്ണം പറഞ്ഞതുപോലെ എനിക്ക് അടിയന്തരമായി അന്ന് ബാംഗ്ലൂർ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകേണ്ടി വന്നതിനാൽ പോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇത്തവണ എന്നെ പ്രസിഡന്റും സെക്രട്ടറിയും അവർക്ക് വേണ്ടി മെമ്പർ ശുഭിലാലും ഒക്കെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിർബന്ധമായി ഞാൻ എത്ര തിരക്കുണ്ടെങ്കിലും മറ്റെന്തു പരിപാടി ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് കൃത്യമായി ഇവിടെ എത്തിച്ചേരാം എന്ന് ഞാൻ ഉറപ്പ് നൽകിയതാണ്. ജോയ്സ് B. ജോയ് അധ്യക്ഷത വഹിച്ചു. സമ്മാന കൂപ്പൺ വിതരണം ഉദ്ഘാടനം പ്രദീപ് P. നിർവഹിച്ചു. GS സിന്ധു ഓണക്കിറ്റ് വിതരണവും ഷിബുലാൽ P. ഓണക്കൈനീട്ട് വിതരണവും നടത്തി. ചർച്ച് കമ്മിറ്റി ഇങ്ങനെയുള്ള സ്ഥാനം അലങ്കരിക്കാൻ കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടുത്തെ ഈ ഭാരവാഹികള് സുകൃതം ചാരിറ്റബിൾ എന്നുള്ള എന്നെ അടയാളപ്പെടുത്തുകയും അത് കണ്ട് അതിനെക്കുറിച്ച്, അതായത് വേദപുസ്തകത്തിലുണ്ട് തോമസ് ശ്ലീഹ കണ്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്കും തോന്നി അത് കണ്ട് വിശ്വസിച്ചാണ്. അങ്ങനെ ഞാനത് കണ്ടു. പിന്നെ ഞാൻ ഇടത്തോട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. നമ്മളാലാവുന്നിടത്തോളം സഹായിക്കുക എന്നുള്ളതാണ്. ഇതൊരു ആതുര സേവനം നടത്താൻ പ്ലാൻ ചെയ്തിരിക്കുന്നതായിട്ടുള്ള സുഹൃതം. SSLC +2 വിദ്യാർത്ഥികളെ ഫാദർ ജോർജ് പുത്തൻപുരയ്ക്കൽ ആദരിച്ചു. ഔദാര്യപൂർണമായിട്ടുള്ള ഇടപെടൽ ആവശ്യമുള്ളവരുടെ ഭവനങ്ങളായിരിക്കാം പക്ഷേ ഈ കാലഘട്ടത്തിൽ അവർ സന്ദർശിക്കുന്നത്. അതിൽ നിന്ന് വലിയൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ്. നമ്മുടെ ഓരോ ഭവനങ്ങളും എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളത് അധ്വാനിച്ച്. ഈ ടീച്ചേഴ്സിന് ആ കുട്ടികൾക്ക് വലിയ അറിവ് പകർന്നു കൊടുക്കുവാൻ സാധിക്കുകയാണ്. ഓരോ കുഞ്ഞുങ്ങളെയും ഒരു ക്ലാസ് ടീച്ചർ ആ ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഒരു വലിയ വിശാലമായ ലോകത്തെ കാണുകയാണ്. ആ കുട്ടിയോട് നിന്റെ അച്ഛൻ്റെ കഷ്ടപ്പാട്. KK ജോൺ, B. വിജയകുമാർ, രാജൻ J, R. രാജേന്ദ്രൻ പിള്ള, R. സജീന്ദ്രൻ പിള്ള എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. തെക്കുംഭാഗം ഞാറമൂട് ആർട്സ് സ്പോർട്സ് ആൻഡ് കൾച്ചറൽ അസോസിയേഷന്റെ കെട്ടിടത്തിന് ശിലയിട്ടു. NK പ്രേമചന്ദ്രൻ MP ശിലാസ്ഥാപനം നിർവഹിച്ചു. തെക്കുംഭാഗം ഞാറമൂട് ആർട്സ് സ്പോർട്സ് ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ നാസ്കയുടെ കെട്ടിടത്തിനാണ് ശിലയിട്ടത്. NK പ്രേമചന്ദ്രൻ MP ശിലാസ്ഥാപനം നിർവഹിച്ചു. അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക സ്ഥാപനമാണ്. ഇന്നതിനൊരു പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഔപചാരികമായ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. അപ്പൊ ഞാറമൂട് പ്രദേശത്തിന്റെ സാംസ്കാരികവും സാമൂഹികവുമായ വളർച്ചയിൽ നിസ്തുലമായ സംഭാവന നൽകിയിട്ടുള്ള ഈ ക്ലബിന്റെ പ്രവർത്തനങ്ങൾ വർദ്ധിത ശക്തിയോടുകൂടി പുനരുജ്ജീവിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു, സ്വാഗത പ്രസംഗത്തിലും സൂചിപ്പിക്കുകയുണ്ടായി, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കലാകായിക സാംസ്കാരിക സംഘടനകളും ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തനങ്ങളിലേക്ക് പുതിയ തലമുറയുടെ സ്വാധീനം അല്ലെങ്കിൽ പങ്കാളിത്തം മുൻകാലങ്ങളേതുപോലെ ഉണ്ടാകുന്നില്ല. ഇവിടെ പറഞ്ഞതുപോലെ മിക്കവാറും ഒരു 40 കഴിഞ്ഞ് 50 കഴിഞ്ഞുള്ള മധ്യവയസ്ക തലമുറയാണ് സത്യത്തിൽ ഈ സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെ മുഴുവൻ നേതൃത്വം വഹിക്കുന്നത്.
എന്നാൽ മുൻകാലങ്ങളിൽ അതായിരുന്നില്ല. കൗമാര യൗവന പ്രായത്തിൽപ്പെട്ട പുതുതലമുറയുടെ സജീവമായ സംഘാടകത്വമായിരുന്നു, അവരുടെ നേതൃത്വമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങളിൽ, ക്ലബ്ബുകളുടെയും വായനശാലകളുടെയും പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നതെങ്കിൽ കഴിഞ്ഞ 2 ദശാബ്ദക്കാലത്തെ അനുഭവം പരിശോധിച്ചു നോക്കിയാൽ ആ ഒരു പുതിയ തലമുറയുടെ സജീവമായ സാന്നിധ്യം ഇന്നുണ്ടാകുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. അത് വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഇന്ന് ചരിത്രപരമായി നമ്മളിൽ അർപ്പിതമായ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. വായനയുടെയും അറിവിന്റെയും കലാകായിക രംഗത്തെയും ഒന്നുകൂടി പുനരുജ്ജീവിപ്പിച്ചെടുക്കുകയും പഴയകാല സൗഹൃദ കൂട്ടായ്മകളും അത്തരത്തിലുള്ള നന്മ നിറഞ്ഞ സംരംഭങ്ങളെയും വീണ്ടെടുക്കുകയും ചെയ്യുക എന്ന വർത്തമാനകാല ചരിത്ര ദൗത്യം അത് ആർജിച്ചെടുക്കാൻ ഈ സംരംഭത്തിന് കഴിയണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പ്രത്യേകമായി നിർദ്ദേശിക്കാനുള്ളത്. MP ഫണ്ടിൽ നിന്നും 12 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA മുഖ്യാതിഥിയായിരുന്നു. ക്ലബ്ബ് പ്രസിഡന്റ് സേവ്യർ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോർജ് സെബാസ്റ്റ്യൻ, തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ, ചവറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷാജി എസ് പള്ളിപ്പാടൻ, C സെൽവച്ചൻ, അഡ്വക്കേറ്റ് സജിമോൻ വാൻഡ്രോസ്, സീസർ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുന്നു. പൂക്കളമൊരുക്കിയും ഓണസദ്യയുണ്ടുമാണ് ഓണാഘോഷം. പോയ കാലത്തിന്റെ മധുര സ്മരണകളെ അയവിറക്കുകയാണ് ഓരോ മലയാളിയും. ഓണമായിട്ടും ശുചീകരണം നടത്തിയില്ല. കാട് മൂടിക്കിടന്ന ജംഗ്ഷൻ ശുചീകരിച്ച് CPM പ്രവർത്തകർ. എഴുകോണിലായിരുന്നു ശുചീകരണം. ചങ്ങാതിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം. ചവറ BRCയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം. ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തുന്ന കുട്ടികളുടെ വീടുകളിലാണ് ഓണാഘോഷം. കരടികളി രംഗത്ത് 50 വർഷം പിന്നിട്ട രാഘവൻ കളങ്ങരയ്ക്ക് ആദരം. കോവൂർ കുഞ്ഞുമോൻ MLA വീട്ടിലെത്തി ആദരിച്ചു. വിവിധ സാമൂഹ്യ വിഷയങ്ങൾ സ്വന്തമായി ചിട്ടപ്പെടുത്തലിലൂടെ ശ്രദ്ധേയനാണ് രാഘവൻ കളങ്ങര. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.